ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് കേരള നവോത്ഥാന നായകന്മാരിൽ അയ്യങ്കാളി എന്നിവരെ പറ്റിയാണ്. അയ്യങ്കാളിയുടെ കാലഘട്ടം 1763 മുതൽ 1941 വരെയാണ്. അയ്യങ്കാളി 1863 ഓഗസ്റ്റ് 28 തീയതിയാണ് ജനിച്ചത്. തിരുവനന്തപുരത്തെ വെങ്ങാനൂർ എന്ന സ്ഥലത്താണ് അയ്യൻകാളിയുടെ ജനനം. അയ്യൻകാളിയുടെ അച്ഛൻ്റെ പേര് അയ്യൻ എന്നും അമ്മയുടെ പേര് മാല എന്നുമാണ്. പുലയരാജ എന്ന പേരിലും അയ്യങ്കാളി അറിയപ്പെട്ടിരുന്നു. ഗാന്ധിജി അയ്യങ്കാളിയെ പുലയരുടെ രാജാവ് എന്നാണ് വിശേഷിപ്പിച്ചത്. 1937 ആണ് അയ്യങ്കാളിയെ ഗാന്ധിജി സന്ദർശിച്ചത്. ഇന്ദിരാഗാന്ധി അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്നാണ്. അയ്യങ്കാളിയുടെ പ്രതിമ തിരുവനന്തപുരത്ത് അനാച്ഛാദനം ചെയ്തത് ഇന്ദിരാഗാന്ധിയാണ്. 1905 വെങ്ങാനൂരിൽ കൊടിപ്പള്ളിക്കൂടം സ്ഥാപിച്ചത് അയ്യങ്കാളി തന്നെ. അയ്യങ്കാളിയാണ് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച നേതാവ്. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച വർഷം 1907 ആണ്. ചിലർ 1905 എന്നും പറയാറുണ്ട്. 1938 സാധുജന പരിപാലന സംഘത്തിൻ്റെ പേര് പുലയ മഹാസഭ എന്നാക്കിയത്. സാധുജന പരിപാലന സംഘത്തിൻ്റെ മുഖപത്രം സാധുജന പരിപാലിനി എന്നാണ്. അതിൻ്റെ മുഖ്യ പത്രാധിപർ ചെമ്പന്തറ, കാളിച്ചോതി, കറുപ്പൻ എന്നിവരാണ്. ശ്രീമൂലം പ്രജാസഭയിൽ അയ്യങ്കാളി അംഗമായ വർഷം 1911. കർഷക തൊഴിലാളികളുടെ ആദ്യ പണിമുടക്ക് സമരം തിരുവിതാംകൂറിൽ നയിച്ചത് അയ്യങ്കാളി ആണ്. 90-ാം ആണ്ട് സമരം എന്നറിയപ്പെടുന്നത് കർഷക സമരം ആണ്. പിന്നോക്ക ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് സർക്കാർ സ്കൂളിൽ പഠിക്കാൻ സ്വാതന്ത്ര്യം നൽകിയ രാജാവാണ് ശ്രീമൂലം തിരുനാൾ. 1914 ആണ് അത്. പിന്നാക്ക ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി വെങ്ങാനൂർ എന്ന സ്ഥലത്ത് അയ്യങ്കാളി സ്കൂൾ സ്ഥാപിച്ചു. പൊതുവഴിയിലൂടെ താഴ്ന്ന ജാതിക്കാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി 1893 അയ്യങ്കാളി സമരം നടത്തി. അതിൻ്റെ പേരാണ് വില്ലുവണ്ടി സമരം. വെങ്ങാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെയായിരുന്നു സമരം നടത്തിയത്. കല്ലുമാല പ്രക്ഷോഭത്തിൻ്റെ നേതാവ് ആയിരുന്നു അയ്യങ്കാളി. കല്ലുമാല സമരം 1915 ആണ് നടന്നത്. പെരിനാട്, കൊല്ലം എന്ന സ്ഥലത്താണ് സമരം നടന്നത്. അയ്യങ്കാളി മരണമടഞ്ഞ വർഷം 1941 ജൂൺ 18 തീയതി. അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ചിത്രകൂടം, വെങ്ങാനൂർ. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ചത് 2010 ഞാനിതാ പുലയ ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞത് അയ്യങ്കാളിയാണ്. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു.